ഇവിടെ പറയുന്നത് ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്ന, ഉപദേശത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു. എങ്ങനെ ഉപദേശിക്കുന്നു അങ്ങനെ ജ്ഞാനം ഉണ്ടാകും. അദ്വൈതത്തെ ഉപദേശിച്ചാൽ അദ്വൈത ജ്ഞാനം ഉണ്ടാകും. ദ്വൈതത്തെ ഉപദേശിച്ചാൽ അദ്വൈത ജ്ഞാനം ഉണ്ടാകും. ഇതിലേതിനെ സ്വീകരിക്കും? ദ്വൈതം സ്വീകരിക്കും, അദ്വൈതം സ്വീകരിക്കും. രണ്ടും ഉപദേശമാണ്. ഏതാണോ അതിൽ അവശേഷിക്കുന്നത് അതിനെ സ്വീകരിക്കണം. അതെങ്ങനെ തീരുമാനിക്കും? അവിടെ യുക്തി കൊണ്ട് പരിശോധിക്കണം. അതെങ്ങനെ തീരുമാനിക്കുന്നു? അദ്വൈതം പറയുന്ന കേട്ടോ അത് ശരിയെന്ന് തോന്നുന്നു, ദ്വൈതം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അത് ശരിയെന്ന് തോന്നുന്നു. പിന്നെ ഇതിലേത് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കും? പറയാം അനുഭവം കൊണ്ട് തീരുമാനിക്കാമെന്ന് വെച്ചാൽ അനുഭവം വരണ്ടേ? അനുഭവത്തിന് വേണ്ടിയാണ് ഈ മനനം, വിചാരം. അത് അനുഭവത്തിന് ശേഷം സാധ്യമല്ലല്ലോ, അനുഭവത്തിന് മുമ്പ് വേണം. അനുഭവത്തിന് മുമ്പ് അദ്വൈതമാണോ ദ്വൈതമാണോ ശരിയായിട്ടുള്ളതെന്ന് തീരുമാനിക്കണം. എന്നാലേ മനനത്തിലൂടെ പോകാൻ പറ്റൂ. അവിടെ യുക്തി ആശ്രയിക്കുന്നു. വികാരപക്ഷം, ഈ ജീവൻ ആ പരമാത്മാവിന്റെ ഒരു വികാരമാണോ എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നു. അതിനെ യുക്തി കൊണ്ട് നിഷേധിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് അദ്വൈത വിചാരത്തിൽ യുക്തിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ഒരാളൊരു ഗുരുവിനെ സമീപിച്ചു ആത്മാനുഭവത്തിന് വേണ്ടി. ഗുരു പറയുകയാണ്, നീ വിശ്വസിക്കൂ, എന്നാൽ നിനക്ക് അനുഭവം ഉണ്ടാവും. ആദ്യം വിശ്വാസം, രണ്ടാമത് അനുഭവം. അങ്ങനെ പറയുന്നിടത്ത് ഒരു തകരാറ് സംഭവിക്കാം. കാരണം എന്ത് വിശ്വസിച്ചാലും അതിനനുസരിച്ച് അനുഭവം ഉണ്ടാവും. വിശ്വാസത്തെ പിന്തുടർന്ന അനുഭവം വരുന്നിടത്ത് അങ്ങനെ ഒരു തകരാറുണ്ട്. ഒന്നിനും മറ്റൊന്നായി നിരന്തരം വിശ്വസിച്ചു കഴിഞ്ഞാൽ അവസാനം അത് അതാണെന്ന് തോന്നും, അനുഭവം വരും. അപ്പോൾ അത് സത്യമാണോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. വിശ്വാസം, അതിനെ തുടർന്നുള്ള അനുഭവം, അത് ഭ്രാന്തിയുമാകാം, ഭ്രമവുമാകാം. നീ ആദ്യം ഇത് വിശ്വസിക്കുക, വിശ്വസിച്ച അനുഭവം വരും. അപ്പോൾ ഇവിടെ വിശ്വാസത്തിനനുസരിച്ചാണ് വന്നത്. വിശ്വാസം എങ്ങനെയാകാം? ഭ്രാന്തിയും വിശ്വാസമാകാം. ഇവിടെ അങ്ങനെയല്ല, അദ്വൈതം അങ്ങനെ പറയുന്നില്ല. അദ്വൈതം പറയുന്നത് അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസത്തെ പിന്തുടർന്നു വരുന്ന അനുഭവമാണ്. മറിച്ച് വിചാരത്തെ പിന്തുടർന്നു വരുന്ന അനുഭവമാണ്, മനനത്തെ. ആദ്യം കേൾക്കുന്നു, അനുഭവപ്പെടുന്നു, ബോധ്യം വരുന്നു.
പക്ഷെ ഒന്ന് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ആരും ഇവിടെ ഇല്ല. പലതും കേൾക്കേണ്ടി വരും. അപ്പോൾ ബുദ്ധിയിൽ പരീക്ഷണം ആരംഭിക്കും. ഇതിന് ഏതിനെ സ്വീകരിക്കണം, ഏതിനെ ത്യജിക്കണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. അവിടെ യുക്തിയെ ആശ്രയിച്ചേ പറ്റൂ. വിശ്വാസത്തെ ആശ്രയിക്കണമെങ്കിൽ പിന്നെ ചോദ്യമില്ല. വിശ്വസിക്കുന്നവന് ചോദിക്കാൻ പാടില്ലെന്നാണ്. ചിലർ പറയും ദൃഢമായ വിശ്വാസം, ഈശ്വരനുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഗുരുവിലുള്ള വിശ്വാസം, അത് മാത്രം മതി. ചിലരുടെ അഭിപ്രായമാണ്, ഗുരുവിന്റെ അഭിപ്രായമാണ്, ചിലരുടെ അഭിപ്രായം. അത് അദ്വൈതത്തിന്റെ രീതിയല്ല. ചില ഉപാസനകൾ, ചില സമ്പ്രദായങ്ങളിലൊക്കെ അതാവശ്യമാണ്. മറ്റൊന്നും ചിന്തിക്കാതിരിക്കുക, ഗുരുവിൽ അല്ലെങ്കിൽ ഈശ്വരൻ വിശ്വസിക്കുക, ചിന്ത പാടില്ല അവിടെ. അത് ആ ഉപാസനയുടെ ഭാഗമാണ്. അതുകൂടെ ചേർന്നാലേ ആ ഉപാസന പൂർണ്ണമാകും. അങ്ങനെ പൂർണ്ണമായ വിശ്വാസത്തിൽ ആ ഉപാസനയെ പിന്തുടർന്നാലേ ആ ഉപാസനയിൽ നിർദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. അത്തരം ഭാഗങ്ങളിലൊക്കെ അത് ശരിയാണ്. അദ്വൈതത്തെ സംബന്ധിച്ചല്ല, അതല്ല. ഇവിടെ ഒഴിവാക്കാൻ വയ്യാത്ത ഒന്നുണ്ട്. ശ്രവണം കഴിഞ്ഞു വരുന്ന മനനം, അത് കൂടിയേ തീരും. സാധാരണ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആ മനനത്തിന് ശേഷമാണ് ഇതിന് ദൃഢത വരേണ്ടത്. മനനം എന്ന് പറയുമ്പോൾ അവിടെ യുക്തിവിചാരമാണ്. അവിടെ വിശ്വസിച്ചാൽ പറ്റത്തില്ല, വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് വിശ്വാസത്തെ ആശ്രയിക്കുക? പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഏത് സമയവും ജീവനെ തെറ്റിദ്ധരിപ്പിക്കാം. അദ്വൈതത്തിൽ അടിസ്ഥാനമായി പറയുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കരുത്. വിശ്വാസത്തിനോട് പ്രസക്തിയില്ല. രജുവിനെ കണ്ട സർപ്പവും തോന്നിപ്പിക്കാം, മരീചിക ജലഭ്രാന്തി ഉണ്ടാക്കാം, ഈ കാണുന്ന നിറം നിരൂപമായ ആകാശത്തിന് വേണം തോന്നിപ്പിക്കാം. ഇങ്ങനെയുള്ള ഭ്രാന്തി ഉണ്ടാകാം. വിശ്വാസത്തെ പിന്തുടരുന്നവർക്ക് ഈ ഭ്രാന്തി ഉണ്ടാകാം. അതിനോട് പരീക്ഷിക്കുന്നില്ലല്ലോ, പരീക്ഷിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ ബുദ്ധി പരീക്ഷ മുഖ്യമാണ്. ശ്രവണം കൊണ്ട് ആപാതജ്ഞാനം കൊണ്ട് ഒരു സാമാന്യ ജ്ഞാനം, തന്റെ സ്വരൂപം ഇന്നതാണ്. അതുണ്ടായാൽ അതുകൊണ്ടൊരാൾക്ക് കൃതാർത്ഥത അനുഭവിക്കാൻ പറ്റത്തില്ല. തുടർന്ന് മനനത്തിലൂടെ നിശ്ചയത്തിലെത്തുമ്പോഴാണ് കൃതാർത്ഥത അനുഭവിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ മാർഗമാണ് ഈ മനനം, യുക്തി, വിചാരം. പറയാൻ കാരണം ഇത് ഇത്തരം തർക്കങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ നമ്മൾ ചിന്തിക്കും. കാരണം അദ്വൈതം കേട്ട് ഞാൻ കൃതകൃത്യനായി, അദ്വൈതം എനിക്ക് ബോധിച്ചു,
എല്ലാം അറിഞ്ഞു എന്ന് സമാധാനിക്കുന്നു. ശരി, അങ്ങനെ സമാധാനിക്കാം. പക്ഷെ മറ്റ് ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നാൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കടത്തി വിട്ടാൽ അതെങ്ങനെ ശരിയാകും? നിങ്ങളീ പറയുന്ന അദ്വൈതം അതിന് ന്യൂനതകളില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് തന്നെ അപ്പോൾ പതറിപ്പോവും, അദ്വൈതം പോവും. അതാണ് ഈ അദ്വൈതം കേട്ടു, അദ്വൈതത്തിൽ ബോധമുണ്ടെന്ന് കരുതുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ആ ബോധം നഷ്ടപ്പെടുന്നു, ഭ്രഷ്ട് സംഭവിക്കുന്നു. കാരണം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഒരുപാട് മനസ്സിൽ കടന്നു വരുന്നു. അപ്പോൾ സംശയം വരുന്നു, ഇത് ശരിയാകുമോ? ആകാൻ വഴിയില്ല, ഇങ്ങനെയാണെങ്കിൽ ഇത് ശരിയാകത്തില്ല. അവിടെ മനനം ആവശ്യമാണ്, കൂടിയേ തീരും. എന്താ ഈശ്വരനെ മനനം ചെയ്യാൻ കഴിയില്ല? താൻ ശ്രവിക്കുന്ന തത്വത്തെ, ആ തത്വത്തിന്റെ ദാർഢ്യത്തിന് വേണ്ടി മനനം ചെയ്യാം. മനനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈശ്വരനെ മനനം ചെയ്ത് മനനത്തിലൂടെ ഈശ്വരനെ കണ്ടെത്തുന്നു എന്നുള്ള അർത്ഥമല്ല. അങ്ങനെ വരുമ്പോഴാണ് താൻ ശ്രവണത്തിലൂടെ ഗ്രഹിച്ച വിഷയത്തെ മനനം ചെയ്യുന്നു. തത്വമാണെങ്കിൽ പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല. ഗ്രഹിച്ച വിഷയത്തെ മനനം ചെയ്ത് അത് ആഴത്തിലേക്ക് പോകുന്നു. നേതി ആവശ്യമില്ലാത്തതിനെല്ലാം നീക്കി മുമ്പോട്ട് പോകുന്നു. ഇതാണ് സത്യം എന്ന് നിശ്ചയം മനസ്സിൽ വരുന്നു. അതുകൊണ്ട് ഇത് വിശ്വാസശാസ്ത്രമല്ല, യുക്തിശാസ്ത്രമാണ് അദ്വൈതം.